CPM നടത്തുന്ന ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. CPM നടത്തുന്ന വ്യാജ പ്രചാരണങ്ങളാണെന്നും ആക്രമണങ്ങൾക്കെതിരെ ജനം തിരിച്ചടി നൽകുമെന്നും പറഞ്ഞ വി.ഡി. സതീശൻ ചിന്താ ജെറോമിനെതിരെയും ആഞ്ഞടിച്ചു. ബുദ്ധിജീവിയായ വനിതാ നേതാവിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിന്റെ മുദ്രാവാക്യം കേരളം മറക്കില്ല എന്നും യഥാർത്ഥ സംസ്കാരമാണ് പുറത്തു വന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യ മന്ത്രിക്ക് KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റു എന്ന പച്ചക്കള്ളം വ്യാപകമായി പ്രചരിപ്പിച്ച് കേരളം മുഴുവൻ അക്രമം നടത്തുകയാണ് CPM ചെയ്യുന്നത്. ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത KSU നേതാവിന്റെ വീടിന് ബോംബെറിയാൻ ഇല്ലാത്ത കള്ളക്കേസുണ്ടാക്കി വധശ്രമത്തിന് വരെ ജയിലിലടയ്ക്കുക. ഇന്ന് കേരളത്തിന് മുഴുവൻ ബോധ്യമായി ഇത് പച്ചക്കള്ളമാണ് മന്ത്രിയും സ്പീക്കറും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറഞ്ഞത്. കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഒരു പരിഹാസ കഥാപാത്രമായി നിൽക്കുകയാണ്. ഇപ്പോൾ അവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ചിരിക്കാൻ തുടങ്ങിയ, പക്ഷെ അതിന്റെ പേരിൽ കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണ് നേതാക്കൾ. പുതുയുഗ യാത്രയുടെ പ്രചരണ സാമഗ്രികൾ പത്തനംതിട്ട ജില്ലയിലും കൊല്ലത്തും തിരുവനന്തപുരത്തും ഇതിന്റെ പേരിൽ ഇല്ലാത്ത ഒരു ആക്രമണത്തിന്റെ പേരിൽ വ്യാപകമായി നശിപ്പിച്ചു. ഒരുപാട് പേർക്ക് പരിക്കേറ്റു. വീടിന് ബോംബെറിയാൻ പച്ചക്കള്ളം നുണ പ്രചരിപ്പിച്ച് ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. ഒരു മന്ത്രി നുണ പറഞ്ഞ് കേരളത്തിൽ മുഴുവൻ അക്രമം നടക്കുകയാണ്. അതിന് പാർട്ടി കൊടപിടിച്ചു കൊടുക്കുകയാണ്. എം.വി. ഗോവിന്ദൻ പറഞ്ഞത് KSUക്കാര് പോയി മന്ത്രിയുടെ പെടലി പിടിച്ച് തിരിച്ചു വന്ന് കൈ പിടിച്ച് തിരിച്ചു വന്നാണ്. നട്ടാൽ കുറിക്കാത്ത നുണകൾ പറഞ്ഞ് വ്യാപകമായി കേരളത്തിൽ മുഴുവൻ അക്രമം ഉണ്ടാക്കിയാണ്. ഇതിനുള്ള തക്ക തിരിച്ചടി ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കും. ആരോഗ്യ മേഖലയിലുണ്ടായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കാതെ അതിൽ നിന്നും ശ്രദ്ധ വഴിതിരിച്ചുവിടാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ആക്രമണ കഥ. അതിപ്പോ പൊളിഞ്ഞ് പാളീസായി 7 നിലയിൽ പൊട്ടിയിരിക്കുകയാണ്. എന്നിട്ടും അതിന്റെ പേരിൽ അക്രമം നിർത്താൻ CPM നേതാക്കൾ അണികളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യാപകമായി. ഞങ്ങൾ പറയാനുള്ളത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയരുത്, ഇത് അവസാനിപ്പിക്കണം എന്നാണ്. ആ കേസ് പിൻവലിക്കണം. വധശ്രമത്തിനെടുത്തിരിക്കുന്ന കേസ് പിൻവലിക്കണം. ഞങ്ങളിതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും. ആയുധം താഴെ വെക്കണം, അക്രമം അവസാനിപ്പിക്കണം. ഇതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞങ്ങൾ അതിശക്തമായി ഇതിനെ പ്രതിരോധിക്കും, ഒരു സംശയവും വേണ്ട. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ 100% ആളുകൾക്കും ബോധ്യമുണ്ട് ഇത് വെറും തട്ടിപ്പായിരുന്നു. റെയിൽവേ RPFന്റെ ക്യാമറ പരിശോധിച്ചിട്ടും പുറത്തു വന്നു ഒരു തരത്തിലുള്ള അക്രമം നടന്നിട്ടില്ല. ഇന്നലെ ഒരു കരിങ്കൊടി കാണിച്ചു, കരിങ്കൊടിക്കാരന് അടുത്തു വന്നു എന്നുള്ള രീതിയിൽ ഒരു പ്രചരണം നടത്തി, അതും പൊളിഞ്ഞുപോയി. മന്ത്രിയുടെ ഗൺമാനായിരുന്നു അടുത്തുണ്ടായിരുന്നു എന്ന് വ്യക്തമായി. അപ്പൊ മന്ത്രി തന്നെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഇല്ലാത്ത കുഴപ്പം 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ വെച്ച് അഭിനയിച്ച് കാണിച്ചതാണ് എന്ന് കേരളം മുഴുവൻ ബോധ്യമായി. അവർ ഈ ജില്ലയെ കൂടി പ്രതിനിധാനം ചെയ്യുന്ന ഒരു മന്ത്രിയാണ്. അവർ നടത്തിയ ഈ ശ്രമം ഈ ജില്ലയ്ക്ക് കൂടി അപമാനമാണ്. ഞാനത് പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. പുതിയ യാത്ര സാധാരണക്കാരുമായി സംവദിച്ച് മുന്നോട്ട് പോവുകയാണ്. ജനങ്ങളെ ബാധിക്കുന്ന ജീവൽഗന്ധിയായ പ്രശ്നങ്ങളാണ് എല്ലാവരും വന്ന് അവതരിപ്പിച്ചത്. ഞങ്ങൾ പൗരപ്രമുഖരായിട്ടല്ല ചർച്ച നടത്തിയത്. ഞങ്ങൾ സാധാരണക്കാരായ പ്രയാസം അനുഭവിക്കുന്ന, ദുഃഖം അനുഭവിക്കുന്ന, പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ള ആളുകളുമായിട്ടാണ് ഇവിടെ നടത്തിയത്. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന നിർദ്ദേശങ്ങൾ തീർച്ചയായും അത് പരിഗണിക്കും. പ്രധാനപ്പെട്ട ജില്ലകൾക്കെല്ലാം പ്രത്യേകമായ ഡോക്യുമെന്റ് ഉണ്ടാവും. ആ ഡോക്യുമെന്റ് സമയബന്ധിതമായി ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ശ്രമവും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഇതാണ് പറയാനുള്ളത്. ഇത് ആശുപത്രി കിടക്കേണ്ട ഒരു കാര്യമില്ലല്ലോ, എന്നിട്ട് വാർത്ത വരുത്താണ് ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞു. വാർത്ത എന്തിനാ ഓപ്പറേഷൻ? പച്ചക്കള്ളയിലെ പറഞ്ഞത് മുഴുവൻ
അല്ല, തെളിവാ. എന്ത് തെളിവാണ്? അല്ലെന്ന് അത് എല്ലാവർക്കും അറിയാലോ. മാധ്യമങ്ങൾക്ക് മുഴുവൻ അറിയാം ഇത് തട്ടിപ്പാണെന്ന്. റെയിൽവേക്ക് അറിയാം ഇത് തട്ടിപ്പാണെന്ന്. പൊതുസമൂഹത്തിനും അറിയാം ഇത് തട്ടിപ്പായിരുന്നെന്ന്. അഭിനയം മാത്രമായിരുന്നു, അഭിനയം.